പ്രശസ്ത സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് പത്മശ്രീ സുധാ മൂർത്തി. ഇൻഫോസിസ് സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപകനായ നാരായണ മൂർത്തിയുടെ ഭാര്യ. ഇവരാണ് ഇൻഫോസിസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 1ാം റാങ്ക്, പിന്നീട് കമ്പ്യൂട്ടർ സയൻസിൽ എംടെക് പരീക്ഷയിലും 1ാം റാങ്കായിരുന്നു. പഠനത്തിന് ശേഷം പൂനെയിലും ബോംബെയിലുമൊക്കെ ജോലി ചെയ്ത സുധ വിവാഹത്തിന് ശേഷമാണ് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത്. ഇക്കാര്യത്തിൽ ഭർത്താവ് നാരായണ മൂർത്തിയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തനത്തോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നതിലും സമയം കണ്ടെത്തിയിരുന്നു സുധ. 9 നോവലുകളും 3 യാത്രാ വിവരണങ്ങളും ഒരു ചെറുകഥാ സമാഹാരവും ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ ലളിത ജീവിതമാണ് ഇവരുടേത്. അതുതന്നെയാണ് അവരുടെ മുഖമുദ്ര. നിറപ്പകിട്ടാർന്ന വസ്ത്രം ഒന്നുപോലും ഇവർക്കില്ല. മേക്കപ്പും മറ്റ് ആഡംബര മുദ്രകളൊന്നുമില്ല. ഇടത്തരക്കാരുടെ ഹൗസിംഗ് കോളനിയിൽ 2 ബെഡ്റൂം മാത്രമുള്ള വീട്ടിൽ താമസം. പൊതുവെ ആഡംബരപ്രിയ അല്ലാത്ത സുധയെ കുറെ കൂടി സിമ്പിളാക്കിയ ഒരു സംഭവമുണ്ടായി. ഒരു പൂജാരിയെയും കുടുംബത്തെയും കണ്ടുമുട്ടിയതായിരുന്നു ആ വഴിത്തിരിവ്. ആ അനുഭവം ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് എന്ന പുസ്തകത്തിൽ സുധ തന്നെ വിവരിക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ തഞ്ചാവൂരിലൂടെ സുധ ടാക്സിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ ശക്തമായ മഴ. മുന്നോട്ടുള്ള യാത്ര അസാധ്യമായി. ടാക്സി ഡ്രൈവറുടെ നിർദ്ദേശമനുസരിച്ച് അടുത്ത് കണ്ട ഗ്രാമത്തിൽ അഭയം തേടാൻ സുധ തീരുമാനിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്ത് കാറിൽ നിന്നിറങ്ങിയ സുധ കണ്ടത് ഒരു ചെറിയ അമ്പലമായിരുന്നു. അവർ വേഗം അവിടേക്ക് കയറി. അപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ ഒരു എണ്ണ വിളക്കിന്റെ വെളിച്ചം കണ്ടു. അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ 80ലേറെ വയസ്സ് തോന്നിക്കുന്ന ഒരാൾ സുധയെ സ്വാഗതം ചെയ്തു. അത് അന്ധനായ ഒരു പൂജാരിയായി. അയാളോടൊപ്പം വൃദ്ധയായ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ആ പൂജാരിയെ അഭിവാദനം ചെയ്തതിനു ശേഷം തനിക്ക് വേണ്ടി ഒരു സായാഹ്ന പൂജ നടത്തുവാൻ സുധ ആവശ്യപ്പെട്ടു. പൂജയ്ക്ക് ശേഷം 100 രൂപയുടെ ഒരു നോട്ട് പൂജാരിക്ക് നൽകി. തനിക്ക് കിട്ടിയ ദക്ഷിണ 100 രൂപയുടെ നോട്ടാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ അത് സ്വീകരിച്ചില്ല. വെറും 10 രൂപയുടെ ദക്ഷിണ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. അയാൾ വിശദീകരണ രൂപേണ പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം, പണമല്ല. ദയവ് ചെയ്ത് ഈ 100 രൂപ നോട്ട് തിരികെ എടുത്തു. സുധ ആ വൃദ്ധന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. വൃദ്ധന്റെ നിലപാട് അംഗീകരിക്കുന്നതായിരുന്നു അവരുടെ മുഖഭാവം. പണം തിരിച്ചെടുക്കുവാൻ അവരും സുധയെ പ്രേരിപ്പിച്ചു. പുറത്ത് അതിശക്തമായ മഴ തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ സമയം കൂടി അവർക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നു. സുധ അവരോടൊപ്പം ഇരുന്ന സമയത്ത് അവരുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അവർ ദരിദ്രരാണെന്ന് സുധയ്ക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് കുറെ പണം അയച്ചു തരാം, സുധ അവരോട് പറഞ്ഞു. ബാങ്കിൽ നിന്ന് അതിന്റെ പലിശ കൊണ്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനാവും. രോഗം വന്നാൽ ചികിത്സിക്കാനായി ബാങ്കിൽ നിന്ന് പണം എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ വൃദ്ധൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തിനാണ് പണം? ഇവിടുത്തെ ആളുകൾ ദയാശീലരാണ്. ഞാൻ പൂജ ചെയ്യുന്നതിന് പകരമായി അവർ എനിക്ക് അരി തരുന്നു. രോഗം വന്നാൽ എനിക്ക് മരുന്നും കിട്ടും. പിന്നെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും. അല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ തുടർന്നു, ഞങ്ങൾ ഏറെ സംതൃപ്തിയോടെയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങളെ ദയവായി അനുവദിക്കൂ. പണം വച്ചു നീട്ടിയിട്ടും സന്തോഷപൂർവ്വം അത് നിരസിക്കുന്ന മനുഷ്യൻ. ആ വൃദ്ധന്റെ നിലപാടിനെ അപ്പാടെ അംഗീകരിക്കുന്ന ഭാര്യ. പണത്തിന്റെ പിന്നാലെ പരക്കം പായുന്നവരെ മാത്രം കണ്ടിട്ടുള്ള സുധയ്ക്ക് അത് അത്ഭുതമായിരുന്നു. അവരുടെ മുഖത്ത് നേളിച്ചിരുന്ന സംതൃപ്തിയുടെ മനോഭാവം സുധയെ ഏറെ സ്വാധീനിക്കുക തന്നെ ചെയ്തു. ഒരു ധനികൻ പണത്തിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്, ഒരിക്കലും ഉടമസ്ഥനല്ല. ഈ പാഠം പഠിപ്പിച്ചത് തന്റെ മകളായിരുന്നുവെന്ന് സുധ പറയുന്നു. 1996 അത്. അക്ഷത എന്ന അവരുടെ മകൾ ഒരു അന്ധവിദ്യാലയത്തിൽ കുട്ടികൾക്ക് പുസ്തകം വായിച്ചു കൊടുക്കുകയായിരുന്നു. അക്കാലത്ത് സുധ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. ഒരു ദിവസം മകൾ അക്ഷിത ക്ഷോഭത്തോടെ സുധയോടെ അടുത്തെത്തി. അമ്മേ, ഞാനൊരു കുട്ടിയെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. അവൾ വളരെ മിടുക്കിയാണ്, പക്ഷേ പഠിക്കാൻ പണമില്ല. സുധ മറ്റെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അക്ഷിത പറഞ്ഞത് അത്ര ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അവൾ ചോദിച്ചു, അമ്മയ്ക്ക് എത്ര വയസ്സായി? 45, സുധ പറഞ്ഞു. ജീവിതത്തിൽ അമ്മ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഈ പ്രായത്തിലും അമ്മ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി എന്നാണ് ചെയ്യുക? അപ്പോൾ സുധ വെറുതെ ചിരിച്ചു. മകൾ എന്തോ പറയുന്നു എന്ന തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് സുധ അതേക്കുറിച്ച് കാര്യമായി ആലോചിച്ചു. ശരിയാണ്, ഈ 45ാം വയസ്സിൽ താൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്? മകൾ പറഞ്ഞ കുട്ടിയെ സുധ സ്പോൺസർ ചെയ്തു. അവൻ മിടുക്കനായി പഠിച്ചു, നല്ല നിലയിൽ എത്തുകയും ചെയ്തു. സാമൂഹിക സേവനത്തിൽ ആ കുട്ടിയാണ് സുധയുടെ ആദ്യത്തെ ആൾ. ഇതിനുശേഷം സുധ ഭർത്താവ് മൂർത്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിത വിജയത്തിനായി മറ്റുള്ള ആളുകൾ എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ട്? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ കൈയടിക്കുന്നവർ, നിങ്ങൾക്ക് മാലയിടുന്നവർ,
മൂർത്തി പറഞ്ഞു, ഉവ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി മൂർത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സുധയുടെ അടുത്ത ചോദ്യം അതായിരുന്നു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് പണം തരൂ, നമുക്കൊരു ഫൗണ്ടേഷൻ തുടങ്ങാം. അങ്ങനെ തുടങ്ങിയതാണ് ഇൻഫോസിസ് ഫൗണ്ടേഷൻ. ഇന്ന് ആ ഫൗണ്ടേഷൻ അനേകം ആളുകൾക്ക് അത്താണിയാണ്. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ആ സമ്പന്നർക്ക് മറ്റൊരു അസുഖം വരികയുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.